അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് മഴ പെയ്ത് റോട്ടിലൊക്കെ വെള്ളം കയറിയത് നമ്മൾ കാണുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആയുഷ്മതി കോട്ട നമ്മുടെ കയ്യിൽ സേഫാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന പാപ്പനെ നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്നത്തെ ദിവസം പാപ്പൻ്റെ കൂടെ കൂടാന്ന് വെച്ച് ഞാൻ നേരെ കയറി വണ്ടി എടുത്തേട്ടാ. ടൗണിൽ നിന്ന് കുറച്ച് തിക്കും തിരക്കും തിരുവാതിരക്കളി കാണേണ്ടി വന്നെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ വണ്ടി പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നത് നമ്മൾ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള വേലങ്ങുന്ന് എന്ന സ്ഥലത്താണുള്ളത്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം തന്നെ ഓടിപ്പോയത് ഞങ്ങൾ ദീ കാണുന്ന സ്ഥലത്തേക്കാണ്, അല്ലാണ്ട് വ്യൂ പോയിന്റില്ല. കാരണം ഞങ്ങൾ അവിടെ തൊട്ടേ മുള്ളാമുട്ടിയിട്ട് തന്നെ ഇരുന്നോർന്നേ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് നേരെ ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിൽ നിന്ന് കണ്ട കാരനാന്ന് തോന്നുന്നു തൃശ്ശൂർ മൊത്തം കണ്ട ഒരു ഫീല് ഞങ്ങൾക്ക് കിട്ടി കേട്ടാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടാ. പിന്നെ ഒന്നും നോക്കില്ല, തൊട്ടടുത്ത് കണ്ട കടയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഫുഡ് കഴിച്ചേട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ആ ഭാഗത്ത് പാപ്പൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുള്ള കാര്യം പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ വണ്ടി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു സംഭവം നടന്നത്. നമ്മുടെ വീഡിയോ അവർ ഹോം തിയേറ്ററിൽ ഇട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടാ. അത് കണ്ടപ്പോൾ നമുക്കുണ്ടായ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേട്ടൻ വരച്ച പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നേട്ടാ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ആ ഫാമിലിയോടും ബൈ പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഡെക്കാത്തലോണിലേക്കാണ് കേട്ടോ. വെറുതെ വീട്ടിൽ നിന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാളും നല്ലത് പുറത്തിറങ്ങി ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കണ്ട ഞാൻ ഹാപ്പി, ഇത് കണ്ട നിങ്ങൾ ഹാപ്പി. അപ്പോൾ ബൈ.